കർമ്മത്തിൻ്റേതായിട്ടുള്ള പരിപാടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കാൻ ശ്രീ PG ദിലീപിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, CPM സംസ്ഥാന സെക്രട്ടറി, വേദിയിലും സദസ്സിലുമുള്ള നേതാക്കന്മാരെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ഫേസ്ബുക്ക് സെല്ലിന് വേണ്ട മെറ്റീരിയൽസുകൾ പലതും സ്വയം സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം ഇത് മാത്രമാണ്. ഇതേപോലെ ഉള്ള ചെറിയ ചെറിയ ഫേസ്ബുക്ക് ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഈ രീതിയിലുള്ള ചെറിയ ഷോർട്ട് ഫിലിമുകൾ പുറത്തു കൊണ്ടുവന്നാൽ അത് പുരോഗമന ചിന്താഗതിക്കാർക്ക് വളരെയധികം ഗുണം ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഞങ്ങൾക്ക് വളരെയധികം നമ്മുടെ ഫേസ്ബുക്ക് സെല്ലിന് എപ്പോഴും മാർഗദർശിയും വേണ്ട ഉപദേശങ്ങളും തരുന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് കടകംപള്ളി സുരേന്ദ്രനെ ഫേസ്ബുക്ക് സെല്ലിന് വേണ്ടിയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുക. നമുക്കെല്ലാം പ്രിയങ്കരനായ CPM സംസ്ഥാന സെക്രട്ടറി സഖാവ് പിണറായി വിജയൻ സഖാവിനെ ഫേസ്ബുക്ക് സെല്ലിന് വേണ്ടിയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഊഷ്മളമായി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനി വേദിയിലിരിക്കുന്ന ലെനിൻ രാജേന്ദ്രൻ, സഖാവ് സീമ, ആനാവൂർ നാവപ്പൻ, അതിനേക്കാൾ ഉപരി ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, ഈ പുതിയ ജനറേഷനുമായി ബന്ധപ്പെട്ട ആ മേഖലയിലെ അഗ്രഗണ്യന്മാരായ ഒരുപാട് ആൾക്കാരിരിക്കുന്നു, പത്രക്കാരിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹ്രസ്വചിത്രങ്ങളുടെ CD പ്രകാശനമാണ് അടുത്ത ചടങ്ങ്. അപ്പോൾ അത് പ്രകാശനം നിർവഹിക്കാൻ ബഹുമാന്യനായിട്ടുള്ള സഖാവ് പിണറായിയെയും ഇത് ഏറ്റുവാങ്ങാൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമ സംവിധായകനായിട്ടുള്ള സഖാവ് ലെനിൻ രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഹ്രസ്വമാണെങ്കിലും മാതൃകാപരമായ ഒരു ചിത്രനിർമ്മാണമാണ് ഈ ഫേസ്ബുക്ക് കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫേസ്ബുക്കിനെ പറ്റി പറഞ്ഞത്, അല്ലെങ്കിൽ നവമാധ്യമങ്ങളെ പറ്റി പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയാണ്. കുറച്ച് നാൾ മുൻപ് നവമാധ്യമ രംഗത്ത് ഏകപക്ഷീയമായ ആക്രമണമായിരുന്നു പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേരെ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ സമീപകാലത്തെ സ്ഥിതി അതല്ല. നല്ല രീതിയിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാരും സഖാക്കളുമൊക്കെ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിൻ്റേതായ പ്രത്യേകതയും ഇപ്പോൾ നവമാധ്യമ രംഗത്തുണ്ട്. നവമാധ്യമ രംഗം ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള ഒരു വേദിയായി ഏകപക്ഷീയമായി നേരത്തെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇപ്പം അതിന് പെട്ടെന്ന് തന്നെ മറുപടി ലഭിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്നാലും മൊത്തത്തിലുള്ള ഇടതുപക്ഷത്തിൻ്റെ നില വെച്ചാൽ ഇനിയും കൂടുതൽ ഈ രംഗത്ത് കരുത്ത് നേടേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ നമുക്ക് കഴിയും. ഇപ്പോൾ ഇവിടെ പറഞ്ഞു 25,000-ഓളം പേര് ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ കാണുന്നവരായുണ്ട്. പക്ഷേ ഈ രംഗത്ത് ഇത്തരത്തിലുള്ള നിരവധി കൂട്ടായ്മകൾ ഒരേപോലെ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ഈ രംഗത്ത് ഇടപെടുന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ
വളരെ വിലപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ആവശ്യവുമായി തട്ടിച്ച് നോക്കുമ്പോൾ അത് എല്ലാം കൂടി ചേർത്താലും ചെറിയ തോതിലേ ആകുന്നുള്ളൂ എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ രംഗം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ്. ആ തിരിച്ചറിവ് നമ്മെ ബോധ്യപ്പെടുത്തുക, അതിനുള്ള ശ്രമം ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ വാക്പോരുകളും ചില പ്രത്യേക മാനസികാവസ്ഥയുള്ളവരുടെ പ്രത്യേക രീതിയിലുള്ള വൈകൃതങ്ങളുമൊക്കെ ഈ മാധ്യമത്തിലൂടെ ഉയർന്നു വരുമ്പോൾ ശരിയായൊരു ദിശാബോധത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രകാശനം എന്ന ചടങ്ങ് പിന്നെ വേണ്ടായിരുന്നു. ആദ്യം നമ്മളിതെല്ലാം കണ്ടിട്ടാണല്ലോ പിന്നെ ഇരിക്കുന്നത്. ഏതായാലും അത് ഔപചാരികതയ്ക്ക് വേണ്ടി വെച്ചത് ആണെന്ന് നമുക്ക് ആശ്വസിക്കാം. നാം കണ്ട ആ 2 ചിത്രത്തിൽ രണ്ടാമത്തെ ചിത്രത്തിലെ യഥാർത്ഥ സത്ത ഇവിടെ സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. അത് CPIM പാലിയേറ്റീവ് കെയർ രംഗത്ത് ശ്രദ്ധിക്കാൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന തലത്തിലൊരു ക്യാമ്പ് നടത്തിയിരുന്നു. ആ ക്യാമ്പിൽ ജില്ലകളിലെ വളണ്ടിയർ ഓഫീസർമാർ പങ്കെടുത്തിരുന്നു, റെഡ് വളണ്ടിയർ ഓഫീസർമാർ പങ്കെടുത്തിരുന്നു. അങ്ങനെ ക്യാമ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന ഒരു സഖാവ്, ഇവിടെ നമ്മൾ ഓട്ടോറിക്ഷയാണ് കണ്ടതെങ്കിൽ അയാളൊരു ബൈക്കിൽ സഞ്ചരിക്കുകയാണ്. ഞാൻ നേരത്തെ തിരുവനന്തപുരത്തെ ഒരു പരിപാടിയിൽ ഇത് പറഞ്ഞു എന്നാണ് തോന്നുന്നത്. ഇല്ല, മറ്റെവിടെയോ പറഞ്ഞു. അയാൾ ബൈക്കിൽ സഞ്ചരിക്കുകയാണ്. ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നിരിക്കുന്നു. ചുറ്റും ആൾ കൂടിയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്നൊരു പിടി കിട്ടുന്നില്ല. അപ്പോൾ ഇയാളവിടെ എത്തി താൽക്കാലികം ഈ പ്രഥമ ശുശ്രൂഷ നൽകാനൊക്കെ ഇയാൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പരിശീലിച്ചിട്ടുണ്ട്. ആ പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകി ഉടനെ ആശുപത്രിയിലേക്ക് എടുത്തു. ആ സമയത്ത് എടുത്തതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്നാണ് ആശുപത്രിയിൽ നിന്ന് ഇയാളോട് പിന്നെ പറഞ്ഞത്. അതിന് അയാളെ പ്രാപ്തമാക്കിയത് ഈ പരിശീലനമായിരുന്നു. ഇതിൽ കലാകാരൻ്റെ ഭാവനയും കൂടി ചേർത്താലുണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ നാം കണ്ടത്. അപ്പോൾ ഞാനിത് പറയുന്നത് ഇതൊരു കേവലം ഭാവനയിലുള്ള കാര്യം മാത്രമല്ല, യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ് എന്നതാണ്. ആദ്യം കാണിച്ച കാര്യവും നല്ല മാതൃകാപരമായിട്ടുള്ള ഒന്നാണ്. അത് നമ്മുടെ സമൂഹം ഇന്ന് നേരിടുന്ന ഒരു പ്രത്യേക അപജയം അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. നമ്മളെങ്ങനെയാണ് ഈ മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് ശരിയായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ഉയർന്ന ബോധത്തോടെ ഒരു ചെറുപ്പക്കാരൻ അതെടുത്തു കൊണ്ടുപോയി അത് നിക്ഷേപിക്കാനുള്ള പാത്രത്തിലിടുന്നു. അത് അങ്ങേയറ്റം മാതൃകാപരമായൊരു കാര്യമാണ്. ഇതിലെല്ലാമുള്ള വലിയൊരു പ്രത്യേകത ഈ ആളുകളെക്കുറിച്ച് ചില അടയാളങ്ങളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആ ചെറുപ്പക്കാരൻ, നമ്മളയാളെ പിന്നീട് കാണുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രമുള്ള ഒരു കീ അയാൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമെന്ന് അതിലൂടെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റേ രംഗത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ ചെറുപ്പക്കാരനെ റെഡ് വളണ്ടിയർ കോറിൻ്റെ ഭാഗമായി വിളി വന്നപ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് എടുത്ത ഡ്രസ്സ് ധരിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരാളാണ് എന്ന് മനസ്സിലാകുന്നത്. അതൊക്കെ നല്ല തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അനാവശ്യമായി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ
പ്രത്യേകതയായിട്ട് കാണുന്നത്. എന്നാൽ അതേസമയം വലിയ സന്ദേശം അത് സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. മാതൃകാപരമായ ഈ ചിത്ര നിർമ്മാണത്തിന് മുൻകൈയെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. കൂടുതൽ സംഭാവനകൾ ഇവർക്ക് നൽകുമാറാകട്ടെ. ഇവരുടെ ഈ സംഭാവന കണ്ട് ഇത്തരം സംഭാവനകൾ നൽകാൻ ഇതുപോലെ കഴിവുള്ള ധാരാളം ആളുകൾ ഇനിയുമുണ്ടല്ലോ. അവർക്കെല്ലാം ഇതൊരു പ്രചോദനമായി തീരട്ടെ എന്നുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഇതിൻ്റെ പ്രകാശനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. ഈ CD ഏറ്റുവാങ്ങിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സിനിമാ സംവിധായകൻ സഖാവ് ലെനിൻ ഒരു വാക്ക് സംസാരിക്കും. വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഇന്ന് ഫേസ്ബുക്കുകളിലൂടെയും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള ബ്ലോഗ് റൈറ്റിങ്ങിലോ ഉള്ള കാര്യങ്ങളിലൊക്കെ വ്യാപരിക്കുന്നതിൽ മഹാഭൂരിപക്ഷവും അരാഷ്ട്രീയരാണെന്നാണ് പറയുക. പക്ഷെ അതൊരു വെറുമൊരു പറച്ചിൽ മാത്രമാണ്. കൃത്യമായ രാഷ്ട്രീയം അതിൻ്റെ പിന്നിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിൽ പങ്കെടുക്കുന്ന പല ആളുകളും, പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയപരമായ ബന്ധമുണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അവരെ ആകർഷിക്കുന്ന കാര്യങ്ങൾ, അവരഭിപ്രായം പറയുന്ന കാര്യങ്ങൾ, അവർ പ്രതികരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന് കൃത്യമായൊരു രാഷ്ട്രീയം നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. അപ്പോൾ അവിടെയാണ് അതിനൊരു ബദലെന്നുള്ള നിലക്ക് തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ടി വരുന്നത്. ഐതിഹാസികമായൊരു സമരം നമ്മൾ നയിക്കുമ്പോൾ പോലും അതിൻ്റെ കൃത്യമായ രേഖ പിന്നൊരു കാലഘട്ടത്തിൽ നമുക്ക് കാണാനുള്ളൊരവസരം ഇന്ന് തീരെ ഇല്ല എന്നുള്ളതാണ് സത്യം. ആ നിലയ്ക്ക് കൂടെ ഇതിൻ്റെ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ വളരെ ഹ്രസ്വചിത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന വിഷയങ്ങളൊക്കെ തന്നെയാണ് അവർ അവതരിപ്പിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു മേന്മ അവർക്ക് അവകാശപ്പെടാനുണ്ട്. അതിൻ്റെ ശബ്ദവും അതിലെ പിന്നെ മറ്റ് അതിൽ അഭിനയിച്ച ആളുകളുടെയുമൊക്കെ വളരെ അത് സംവിധാനം ചെയ്ത ആളുടെ ഒക്കെ കഴിവ് നമുക്കതിലൂടെ കാണാൻ കഴിയും. തീർച്ചയായും അവർക്ക് ഇതിലും വളരെ മനോശക്തിയായ വളരെ രൂക്ഷമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാകുമെന്നുള്ള എല്ലാ പ്രതീക്ഷയോടും കൂടെ ഞാൻ നിർത്തുന്നു. ഇനിയുള്ള ചടങ്ങ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച രണ്ട് പ്രിയപ്പെട്ട വ്യക്തികളെ ആദരിക്കലാണ്. ഒന്ന്, ഈ രണ്ട് ഹ്രസ്വചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള ശ്രീ വിശാഖ് നായർ. വളരെ മനോഹരമായിട്ടുള്ള ഈ രണ്ട് ഹ്രസ്വചിത്രങ്ങളും മലയാളിക്കാകെ സമ്മാനിച്ച, മലയാളിക്ക് മാത്രമല്ല യൂട്യൂബുമായിട്ട് ബന്ധപ്പെടുന്ന ലോകത്തുള്ള മുഴുവൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സംവിധായകൻ വിശാഖ് നായർ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് ആശംസകൾ നേരാം. പ്ലീസ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ച ശ്രീ ശരത് ദേവ്. ഈ കൃതജ്ഞത പ്രകാശിപ്പിക്കാനായിട്ട് ഗോപന് ക്ഷണിക്കുകയാണ്. പ്രവർത്തനങ്ങൾക്ക് ഗോപൻ. കടമ്പള്ളി സുരേന്ദ്രൻ, അതുപോലെ CD പ്രകാശിപ്പിച്ച നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സമാദരണീയനായ സൗ പിണറായി വിജയൻ, ഈ CD ഏറ്റുവാങ്ങിയ സൗ ലെനിൻ രാജേന്ദ്രൻ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗം സൗ തോമസ് ഐസക്, സൗ അനൂർ നാഗപ്പൻ, സൗ TN സീമ, പാർട്ടിയുടെയും ബഹുജന സംഘടനയുടെയൊക്കെ നേതാക്കന്മാരായിട്ടുള്ള നിരവധി സഖാക്കളുണ്ട്. മാധ്യമപ്രവർത്തകർ ഓരോരുത്തരെയായി എടുത്തു പറയുന്നില്ല. എല്ലാ സഖാക്കൾക്കും സുഹൃത്തുക്കൾക്കും ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു, കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.